വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായത്. കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ആദ്യത്തെ ബ്ലോക്കാണ് സർജിക്കൽ ബ്ലോക്ക്. അപ്പോൾ ആ സർജിക്കൽ ബ്ലോക്കിനോട് ചേർന്നുള്ള ഒരു ടോയ്ലറ്റ് ബ്ലോക്കാണ് ഇന്ന് അതിൻ്റെ മേൽക്കൂര തകർന്ന് വീണത്. ആ സംഭവത്തിൽ ഒരാൾ മരണപ്പെട്ട സാഹചര്യം ഉണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ റീജിയണൽ മീറ്റിങ്ങിലായിരുന്നു ബഹുമാനായിട്ടുള്ള വാസവൻ മിനിസ്റ്ററും ഞാനും അതുപോലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഒക്കെ ഉണ്ടായിരുന്നത്. ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടേക്ക് വന്ന് ആദ്യഘട്ടത്തിൽ 2 പേർക്ക് പരിക്ക് എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നീട് ഒരാളുടെ ആ പരിക്കേറ്റ കുട്ടിയുടെ അമ്മ മിസ്സിംഗ് ആണ് എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലായിടത്തും അനൗൺസ് ചെയ്തു. പിന്നെ അമ്മ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തി, മിസ്സിംഗ് അല്ല എന്നുള്ളത് ഉറപ്പാക്കി. അപ്പം ഞങ്ങൾ വന്ന ഉടനെ തന്നെ, അതായത് മിനിസ്റ്ററും ഞാനും വന്ന ഉടനെ തന്നെ ഞങ്ങൾ അവിടേക്ക് JCB എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. അപ്പോൾ അവിടെ JCB എത്തിച്ചു. നമുക്ക് ആ JCB അവിടേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പ്രയാസം ഉണ്ടായിരുന്നു. കെട്ടിടത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ഭാഗമായിരുന്നത് കൊണ്ട്, അതായത് ഒരു നടുമുറ്റം പോലെ ഒരു സ്പേസ് ആയിരുന്നു. ചുറ്റും കെട്ടിടങ്ങളാണല്ലോ ഉള്ളത്. അപ്പോൾ അവിടേക്ക് ഈ മെഷീൻ എത്തിക്കുന്നതിന് ഈ വരാന്തയിലൂടെ JCB കൊണ്ടുവന്നിട്ട് അവിടെ ഒരു ഗ്രില്ല് പോലെയുള്ളത് അത് കട്ട് ചെയ്തിട്ട് വേണമായിരുന്നു കൊണ്ടുവരാൻ. പക്ഷേ അതും കട്ട് ചെയ്ത് JCB അവിടേക്ക് എത്തിച്ചാണ്. ആ ഘട്ടത്തിൽ ആരുമില്ല എന്ന് പറഞ്ഞു എങ്കിൽ പോലും ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് അത് തിരയുന്നതിന് വേണ്ടിയിട്ടാണ് മെഷീൻ കൊണ്ടുവന്നത്. ആ മെഷീൻ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലാണ് കണ്ടെത്തിയത്. ഈ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞതുപോലെ മെഡിക്കൽ കോളേജിൻ്റെ ആദ്യത്തെ ബ്ലോക്കാണ് ഇത്. അപ്പോൾ ഇതിൽ കാലപ്പഴക്കം കൊണ്ട് ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ, അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് 2013-12 കാലം മുതൽ തന്നെ ഇതിൻ്റെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 2013-ലെയും 12-ലെയൊക്കെ കത്തിടപാടുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് കാണുന്നുണ്ട്. PWD എൻജിനീയർമാർ ഇതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പ്രശ്നമുണ്ട്, സീലിംഗ് അടർന്ന് വീഴുന്നു എന്ന് പറഞ്ഞയച്ച കത്തുകൾ ഉണ്ട്. പക്ഷെ അന്നൊന്നും അതിനൊരു ഫണ്ട് വെച്ചിരുന്നില്ല. ഈ ഒരു ബിൽഡിങ് ഇത് മാറ്റുന്നതിന് വേണ്ടിയിട്ടോ പുതിയൊരു കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടോ അതിൻ്റെ ഫണ്ട് വെച്ചിരുന്നില്ല. 2016-ൽ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ ചുമതല ഏൽക്കുമ്പോഴാണ് അന്ന് ഇവിടെ HDCയുടെ അംഗം കൂടിയായിരുന്ന ബഹുമാന്യനായിട്ടുള്ള ശ്രീ VN വാസവൻ മിനിസ്റ്റർ, ഇപ്പോഴത്തെ മിനിസ്റ്റർ, അദ്ദേഹം അതുപോലെ അന്നത്തെ ആരോഗ്യമന്ത്രി ശൈല ടീച്ചറും ഒക്കെ ചേർന്നിട്ട് ഈ ഒരു മെഡിക്കൽ കോളേജിൻ്റെ വികസനത്തിന് വേണ്ടി പ്രത്യേകിച്ചും ഈ ഒരു കെട്ടിടം അത് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചന നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കെട്ടിടത്തിനും അതോടൊപ്പം മെഡിക്കൽ കോളേജിൻ്റെ വികസനത്തിനുമായിട്ട് 567 കോടി രൂപ കിഫ്ബിയിലൂടെ അനുവദിച്ചത്. പക്ഷേ പിന്നീട് കോവിഡ് മൂലം ആ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാനായിട്ട് കഴിഞ്ഞില്ല. 2021-22 കാലയളവിലാണ് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ 2021-22 കാലയളവിൽ തുടങ്ങിയ കെട്ടിടം 8 നിലകളുള്ള ഒരു പുതിയ സർജിക്കൽ ബ്ലോക്ക് നമുക്ക് നിർമ്മിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ മെയ് മാസം 30-ാം തീയതി ഇതേ ഹാളിൽ ഞാനും മിനിസ്റ്ററും സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ ഡോക്ടറും അതോടൊപ്പം തന്നെ പ്രിൻസിപ്പലും ഒക്കെ ചേർന്നുകൊണ്ട് SCSും ഉൾപ്പെടെ എല്ലാവരും ചേർന്നുകൊണ്ട് നമ്മളൊരു മീറ്റിംഗ് എടുത്തിരുന്നു. അത് ഈ ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നതിനും ആയിരുന്നു ആ മീറ്റിംഗ് ചേർന്നത്. അപ്പോൾ OTയുടെ നിർമ്മാണം കുറച്ച് കാര്യങ്ങൾ, മോഡുലാർ OTയാണ്. സിവിൽ വർക്കും മറ്റ് വർക്കുകളെല്ലാം തീർന്നു. പക്ഷേ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇപ്പോഴുള്ള ബിൽഡിങ്ങിൽ 10 ഓപ്പറേഷൻ തിയേറ്ററാണ് ഉള്ളത്. പുതിയ സർജിക്കൽ ബ്ലോക്കിൽ 14 ഓപ്പറേഷൻ തിയേറ്ററാണ് ഉള്ളത്. പുതിയ ബിൽഡിങ്ങിൻ്റെ ബെഡ് കപ്പാസിറ്റി ഏതാണ്ട് 568 ആണ്. പഴയ സർജിക്കൽ ബ്ലോക്കിൻ്റെ കപ്പാസിറ്റി ഒരു 360 ആണ്. 360. ഇവിടെ ICUകൾ ഉൾപ്പെടെയാണ് ഉള്ളത്. അപ്പോൾ ഈ 568 എന്ന് പറയുമ്പോൾ 2 ICUകൾ കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. 42 ബെഡ് ഉള്ള 21 ബെഡുകൾ വീതമുള്ള 2 ICUകൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഷിഫ്റ്റിങ്ങിന് വേണ്ടി തീരുമാനിക്കുകയും ഷിഫ്റ്റിങ്ങിന് അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ മീറ്റിങ്ങിന് ശേഷം SMD ഡോക്ടർ വിനയ് ഗോയൽ ഇവിടെ എത്തി അടുത്തൊരു മീറ്റിംഗ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തിയിരുന്നു. ആ ഘട്ടത്തിലാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ
ഇങ്ങനെയുള്ള സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയിട്ടുണ്ട്. ഒന്ന്, ആദ്യമായിട്ട് കേരളത്തിൽ നമ്മുടെ ഒരു ഫയർ സേഫ്റ്റി ഓഡിറ്റ്, ഒരു സേഫ്റ്റി ഓഡിറ്റ്, അതിനൊരു പ്രത്യേകമായിട്ടുള്ള ഗൈഡ് ലൈൻ, ഇതെല്ലാം ആദ്യമായി തന്നെ രൂപീകരിച്ചത്, അത് നടപ്പിലാക്കിയതും ഈ ഘട്ടത്തിലാണ്. മോക്ക് ഡ്രില്ലുകൾ ഉൾപ്പെടെ നടത്തണമെന്നുള്ളത് പറഞ്ഞതും ഈ ഘട്ടത്തിലാണ്. അതോടൊപ്പം ദുരന്ത നിവാരണ അതോറിറ്റിയുമായിട്ട് ചേർന്നുകൊണ്ട് ഇങ്ങനെയുള്ള കെട്ടിടങ്ങളുണ്ടോ എന്നുള്ളത് കണ്ടെത്തി ആശുപത്രികളിലൊക്കെ തന്നെ അതിൻ്റെ പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും ഇതിൻ്റെ ഭാഗമായിട്ട് അത് തീരുമാനമെടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ഘട്ടത്തിലാണ്. ഇപ്പോൾ സർജിക്കൽ ബ്ലോക്ക് മാത്രമല്ല, സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് അത് ഏതാണ്ട് 30% അതിൻ്റെ നിർമ്മാണം ആയി. അതുപോലെ കാർഡിയോളജി ബ്ലോക്ക്, ഇൻഫെക്ഷ്യസ് ഡിസീസിന് വേണ്ടിയിട്ടുള്ള ബ്ലോക്ക്, ഇതെല്ലാം തന്നെ നിർമ്മാണത്തിലുള്ളവയാണ്. ഈ പറഞ്ഞതൊക്കെ പൂർത്തീകരിക്കുന്നവയും നിർമ്മാണത്തിലുള്ളവയുമാണ്. മറ്റ് കാര്യങ്ങൾ, ഇന്നത്തെ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അന്വേഷിക്കുന്ന ജില്ലാ കളക്ടറോട് ഇത് എന്താണെന്നുള്ളത് അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്.